വേനൽക്കാലത്തും നിറഞ്ഞു തുളുമ്പുന്ന ഒരു അണക്കെട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ തേയില ചെരുവുകൾക്കിടായി സ്ഥിതി ചെയ്യുന്ന ആനയിറങ്കൽ ഡാം കാലവർഷ മഴയിലും തുലാവർഷ മഴയിലും ചിന്നക്കനാൽ സൂര്യനെല്ലി മലനിരകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കും. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നദികളോ പുഴകളോ ഒന്നുമില്ല. മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകളും ഉറവുകളുമാണ് അണക്കെട്ടിനെ വേനൽക്കാലത്തും സമൃദ്ധമാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്ന അണക്കെട്ടുകൾ വരളുമ്പോഴും ആനയിറങ്കൽ നിറഞ്ഞു തുളുമ്പും. പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. കാളകൾ ചവിട്ടിക്കൊഴിച്ച പശമണ്ണ, കരിങ്കല്ല്, പാറപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യ എർത്ത് ഡാമാണിത്. 1207.40 മീറ്ററാണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. 2 ഷട്ടറുകളാണ് ഡാമിനുള്ളതെങ്കിലും സംഭരണശേഷിയായ 1207.02 പിന്നിട്ടാൽ 3 സ്പിൽവേകളിലൂടെ വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുകാൻ തുടങ്ങും. സാധാരണയായി തുലാമഴ എത്തുമ്പോൾ മാത്രമാണ് ഈ ഡാം നിറയാറ്. വേനൽക്കാലത്ത് കുത്തുങ്കൽ, പൊന്മുടി അണക്കെട്ടുകളിൽ വൈദ്യുതി ഉൽപാദനത്തിനുള്ള വെള്ളം കുറയുമ്പോൾ പന്നിയാർ പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്കലിൽ വെള്ളം തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് വെള്ളം പറ്റിക്കിടക്കുകയും വേനൊക്കെ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു ഡാമാണ് ആനയിറങ്കൽ ഡാം. മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തുങ്കൽ ഡാമിലേക്കും അതുപോലെ ആഡിറ്റ് 1, ആഡിറ്റ് 2 ഉൾപ്പെടെയുള്ള ഡാമുകളിലേക്ക് ഈ വെള്ളം ചെന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു ഡാമാണ് ആനയിറങ്കൽ ഡാം. അപ്പോൾ ഈ വെള്ളം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലത്ത് KICBയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേരളത്തിലെ ഒരു സ്റ്റോറേജാണ്. മറ്റുള്ള ഡാമുകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്റ്റോറേജ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാർച്ച് മാസം ഈ മാസം ആദ്യം തന്നെ ഇത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഡാം തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തുങ്കൽ ഡാമിലേക്കും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ജലസേചനം കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 3 എർത്ത് ഡാമുകളിലൊന്നാണ് ആനയിറങ്കൽ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള പ്രദേശമാണ് ഇവിടം. 1967 18ാമത് റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് തേയിലയും ഏലത്തോട്ടവും അടങ്ങുന്ന ഹരിതതീരത്തിന് നടുവിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 85 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശം നിൽക്കുന്നത്. മൂന്നാറിൽ നിന്നും 22 കിലോമീറ്റർ അകലെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കുടിക്കാനായി ആനയിറങ്കലിന്റെ വൃഷ്ടിപ്രദേശത്ത് ആനകൾ എത്തുന്നതിനാലാണ് ഇതിന് ആനയിറങ്കൽ എന്ന് പേര് വന്നത്. മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലും പെരുമ നേടിയതാണ് ആനയിറങ്കൽ ജലാശയം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.